ചീനിക്കോട് വില്ലേജിലേക്ക് ഏവർക്കും സ്വാഗതം. ഈത്തപ്പഴം, നേന്ത്രപ്പഴം, ചവ്വരി കൊണ്ട് ഒരു പായസം തയ്യാറാക്കിയാലോ? 1 കിലോ ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്, 1 കിലോ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്, 250 ഗ്രാം ചവ്വരി, ഏലക്ക പഞ്ചസാര പൊടിച്ചത്, ഒരു 200 ഗ്രാം RKG, 1 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. ഈത്തപ്പഴത്തിനും നേന്ത്രപ്പഴത്തിനും നല്ല മധുരമുള്ള കാരണം 1 കിലോ ശർക്കര എടുത്തിട്ടുള്ളൂ. ഒരു 6 നാളികേരത്തിൻ്റെ പാലെടുത്തിട്ടുണ്ട്. വറുത്തിടാനായി ബദാം എടുത്തിട്ടുണ്ട്, കട്ട് ചെയ്തെടുത്താണ്. കാഷ്യൂ നട്ട്സ്, മുന്തിരി. ആദ്യം ചവ്വരി ഒന്ന് കഴുകി ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. നേന്ത്രപ്പഴം ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവിയിൽ വേവിച്ചെടുക്കേണ്ടവർക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. ഈത്തപ്പഴം കുരുവെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴം റെഡിയായിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലപോലെ ഉടച്ചെടുക്കാം. നല്ലപോലെ ഉടച്ചെടുക്കണം. മിക്സിയിൽ അടിച്ചെടുക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അരമണിക്കൂർ കുതിർത്ത് വെച്ച ചവ്വരി ഒന്ന് വേവിച്ചെടുക്കാം. ചവ്വരി റെഡി ആയിട്ടുണ്ട്, മാറ്റി വയ്ക്കാം. കുറച്ച് വെള്ളമൊഴിച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചിട്ടുണ്ട്. ബർണർ ഓഫ് ചെയ്ത് ഒരു 15 മിനിറ്റ് ഈത്തപ്പഴം ഇതിൽ ഇട്ട് വെക്കാം. ഇനി ശർക്കര ഉരുക്കിയെടുക്കാം. ശർക്കര ഉരുകുമ്പോഴേക്കും ചൂടുവെള്ളത്തിട്ട് വെച്ച ഈത്തപ്പഴം ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് വരാം. ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഉരുളി ചൂടായിട്ടുണ്ട്. ഇതിലെ പകുതി RKG ഒഴിച്ചു കൊടുക്കാം. ഉടച്ചെടുത്ത നേന്ത്രപ്പഴം, ഇനി അരച്ചു വെച്ച ഈത്തപ്പഴം ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇനി വേവിച്ച് വെച്ച ചവ്വരി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഓണത്തിന് എല്ലാവരും അടപ്രഥമനൊക്കെയല്ല തയ്യാറാക്കാറ്. ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. ഈ ഓണത്തിന് നല്ല ടേസ്റ്റാണ്. ഇനി നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അവസാനമായി ഏലക്ക പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കാം. 4 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് മാറ്റി വെച്ച് വറവ് തയ്യാറാക്കാം. ബാക്കിയുള്ള RKG ഒഴിച്ചു കൊടുക്കാം. കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. മുന്തിരി, ബദാം കട്ട് ചെയ്ത്, ഈത്തപ്പഴം, നേന്ത്രപ്പഴം, ചവ്വരി പായസം റെഡി. വീഡിയോ കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.